തക്കാളി നമുക്ക് സീസണിലൊക്കെ വളരെ വില കുറവിന് കിട്ടുക. പലപ്പോൾ വീടുകളിലായാലും ഒത്തിരി തക്കാളി ഉണ്ടാകും. പക്ഷെ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിസ്സ സോസ്. അത് നമുക്ക് ബ്രെഡിലായാലും സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ അതിലേക്ക് നമുക്കത് വേവിച്ചെടുത്തിട്ട് അരച്ച് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് ഫ്ലേവറൊക്കെ കൊടുത്തുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി തക്കാളി എടുത്തിട്ട് ഞാനൊരു 8 തക്കാളിക്ക് 1 ക്യാരറ്റാണ് എടുത്തത്. നന്നായിട്ട് ഞാൻ തൊലി കളയും പൊതുവെ, കാരണം തൊലി എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ തൊലി കളയാൻ ആഗ്രഹമില്ലാത്തൊരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ അരിഞ്ഞിട്ട് നമുക്ക് എല്ലാം സബോള, വെളുത്തുള്ളി, അതുപോലെ ക്രഷ്ഡ് ചില്ലി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുക്കറിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. ആ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടണം. കുക്കറിൽ വെച്ച് ഒത്തിരി വെള്ളം കൂടും. അപ്പോൾ അതിൽ തന്നെ വേവിച്ചതിന് ശേഷം ഒരുവിധം നന്നായിട്ട് തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തോളൂ. അതിനുശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം, പിന്നെ പാഴ്സലി, ഒറിഗാനോ മസ്റ്റായിട്ട്, ഇത് രണ്ടും മസ്റ്റായിട്ട് ചെയ്യണം. റോസ്മേരി പക്ഷേ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് കുരുമുളക്, ക്രഷ്ഡ് കുരുമുളക് അല്ലെങ്കിൽ മുഴുവനായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതൊക്കെ കൂടിയിട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് ഒന്നും കൂടി നമ്മൾ ഈ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, കെച്ചപ്പ്, പിന്നെ കുറച്ച് ഷുഗർ, ഒരു ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോസ് റെഡി. ഒരു നല്ല ടേസ്റ്റാണ്. എല്ലാ ഫ്ലേവറും കൂടി വരുമ്പോൾ നമുക്ക് പിന്നെ ഈവൻ ബ്രെഡിലായാലും നമുക്ക് തേച്ച് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു ഹെൽത്തി ഓപ്ഷനുമാണ്. ഇത് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും മുൻപ് നമുക്ക് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീഫ്രോസ്റ്റ് ചെയ്തോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മൈക്രോവേവിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചെറിയ ഈ കെച്ചപ്പിൻ്റെ മറ്റേ ഇത് തരുമല്ലോ, സാഷേ തരുമല്ലോ. അപ്പോൾ അത് കളയാതിരിക്കാം. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അത് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ പിന്നെ വേറെ കെച്ചപ്പ് വീട്ടിൽ മേടിക്കാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ